നിക്ഷേപകർക്ക് അനുയോജ്യമായ 4 തരം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓഹരി വിപണി സർവകാല റെക്കോർഡ് നിലവാരത്തിൽ കുതിച്ചിരുന്ന വേളയിൽ SIP രീതിയിലും അല്ലാതെയും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പണമൊഴുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള കാലയളവിനിടെ ആഭ്യന്തര വിപണിയിൽ തിരുത്തൽ നേരിടുകയും റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും 15% താഴേക്ക് ഇറങ്ങുകയും ചെയ്തതോടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപത്തിലും ഇടിവുണ്ടായി. എന്നാൽ ജനുവരിയിൽ 39,687 കോടി രൂപയിൽ നിന്നും വിപണിയിൽ തിരിച്ചടി ശക്തമായ ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപം 29,300 കോടി രൂപയായി താഴ്ന്നിട്ടുണ്ട്. മാസാടിസ്ഥാനത്തിൽ നോക്കിയാൽ 26% ഇടിവാണ് ഇത് കാണിക്കുന്നത്. വിപണിയിലെ ചാഞ്ചാട്ടമാണ് റീറ്റെയിൽ നിക്ഷേപകരെ പ്രധാനമായും ആശങ്കാകുലരാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർക്ക് പരിഗണിക്കാവുന്ന 4 തരം മ്യൂച്വൽ ഫണ്ടുകളുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. അതായത് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ നിന്നും വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 100 സ്ഥാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഓഹരികളിൽ കേന്ദ്രീകരിച്ച് നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ലാർജ് ക്യാപ്പ് ഫണ്ടുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച കമ്പനികളുടെ ഓഹരികളായതിനാൽ തന്നെ താരതമ്യേന റിസ്ക് കുറവും വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന വേളയിൽ വിലയിൽ നേരിടുന്ന ഏറ്റക്കുറച്ചിലുകളും താഴ്ന്ന തോതിലായിരിക്കുമെന്ന് ഒരു മെച്ചം ഇതിനുണ്ട്. അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത നിക്ഷേപകർക്കും ദീർഘകാല കാലയളവിലേക്ക് നിക്ഷേപം പരിഗണിക്കാവുന്നവർക്കും അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ടുകളാണ് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ. അടുത്തത് രണ്ടാമത്തത് വാല്യൂ ഫണ്ട്. അതായത് മൂല്യമതിപ്പിൽ താഴ്ന്നു നിൽക്കുന്ന അഥവാ വാല്യുവേഷനിൽ അടിസ്ഥാനത്തിൽ വില കുറഞ്ഞ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് വാല്യൂ ഫണ്ടുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, അതായത് PE റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ, പ്രൈസ് ടു ബുക്ക് അതായത് PB റേഷ്യോ എന്നിങ്ങനെയുള്ള വാല്യുവേഷൻ അളവുകോലുകൾ പ്രയോജനപ്പെടുത്തിയാകും നിക്ഷേപിക്കേണ്ട ഓഹരികളെ കണ്ടെത്തുക. അതായത് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് തന്ത്രം പിന്തുടർന്ന് നിക്ഷേപിക്കുന്നവയാണ് വാല്യൂ ഫണ്ടുകളെന്ന് അർത്ഥമാക്കുന്നത്. ഇത്തരം ഫണ്ടുകളുടെ 65% നിക്ഷേപവും ഓഹരികളിലാവും നടത്തുക. ശക്തമായ അടിസ്ഥാന ഘടകങ്ങളും താൽക്കാലികമായി വിപണിയിൽ തിരിച്ചടി നേരിടുന്ന ഓഹരികളെയായും വാല്യൂ മ്യൂച്വൽ ഫണ്ടുകൾ ഉന്നമിടുക. ദീർഘകാല കാലയളവിലേക്കുള്ള നിക്ഷേപത്തിന് അനുയോജ്യമാണ് ഇവ. അടുത്തത് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്. അതായത് മുടങ്ങാതെ ലാഭവിഹിതം നൽകുന്ന കമ്പനികളുടെ ഓഹരികളിൽ ചുരുങ്ങിയത് 65% നിക്ഷേപിക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓഹരിയുടെ വിലവർധനവിലൂടെയുള്ള മൂലധന നേട്ടത്തെക്കാളും ഉപരിയായി ലാഭവിഹിതത്തിലൂടെ കരസ്ഥമാക്കുന്ന വരുമാനത്തിലാണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. അതായത് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന ഓഹരികളെയാകും ഇത്തരം ഫണ്ടുകൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നതെന്ന് അർത്ഥം. ചുരുക്കത്തിൽ ഓഹരി നിക്ഷേപം ആഗ്രഹിക്കുന്നവരും എന്നാൽ വിപണിയുടെ കടുത്ത ചാഞ്ചാട്ടം നേരിടാൻ താല്പര്യം ഇല്ലാത്തവരുമായ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് പ്രയോജനപ്രദമാകും. അടുത്തത് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട്. അതായത് വിപണിയിലെ സാഹചര്യം അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ട്രെൻഡ് വിലയിരുത്തി ഓഹരിയിലും കടപ്പത്രങ്ങളിലുമായി തരാതരം പോലെ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് വിഭാഗമാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നും വിശേഷണമുണ്ട്. വിപണിയിലെ ചാഞ്ചാട്ടം, മൂല്യമതിപ്പ് അതായത് വാല്യുവേഷൻ, പലിശ നിരക്ക് എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തി റിസ്ക് താഴ്ത്തി നിർത്താനും ആദായം പരമാവധി വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്ന ഫണ്ടുകളാണിത്. ഇത്തരം ഫണ്ടുകളിൽ ചാഞ്ചാട്ടം കുറവായിരിക്കും. വിപണിയുടെ ചാക്രികതയിൽ പരീക്ഷിക്കാനും ഉതകുന്നതാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ. അപ്പോൾ ഇതാണ് 4 മ്യൂച്വൽ ഫണ്ടുകൾ സ്കീമുകൾ.